Good afternoon. Good afternoon. എന്നിട്ട് നിങ്ങളുടെ ബാച്ചിൽ ഭയങ്കര സ്ട്രെങ്ത് കുറവാണല്ലോ. ഇങ്ങനെയാണോ? നേരത്തേലും കുറച്ച് കുറഞ്ഞു ഇപ്പൊ. കുറെ പേര് ചിലർക്കൊക്കെ കുട്ടികൾക്ക് പനി, അവർക്ക് ഓരോരുത്തർക്ക് പനിയൊക്കെയാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ വെക്കേഷൻ, ഓണം വെക്കേഷൻ ആവുമ്പോ എല്ലാരും യാത്രകളും ഒക്കെ ആയിരിക്കും അല്ലേ? അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. കുഴപ്പമില്ല, റെക്കോർഡ് ക്ലാസ് കണ്ടാൽ മതി. നമുക്ക് ക്ലാസ്സുമായിട്ട് കണക്ഷൻ വിട്ടുപോകുമ്പോഴുണ്ടല്ലോ ഭയങ്കര പാടാ മേക്കപ്പ് ചെയ്യാൻ. വേറൊരു കോഴ്സ് പോലെ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതുന്നുണ്ടല്ലോ. ഓക്കെ ഫൈൻ, എനിവേ വി ക്യാൻ സ്റ്റാർട്ട്. പ്രയർ പറയാൻ ആരാ റെഡി ആയിട്ടുള്ളത്? മാം പ്രയർ ഞാനാണ്. ഹൃദയരാഗതന്ത്രി നീട്ടി സ്നേഹഗീതമേയും കർമ്മഭൂമി തളിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാവിനാമം ഇന്നു വാഴ്ത്തിടാം. നമ്മൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നിർത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾ തടങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രി നീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാവിനാം ഇന്നു വാഴ്ത്തിടാം. താങ്ക് യു മാം. സൈലന്റ് ആണ് മാം. ജൂലൈ 28 പ്രകൃതി സംരക്ഷണ ദിനത്തിനെ കുറിച്ചാണ് പറയുന്നത് മാം. പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിച്ച് വീണ്ടും ഒരു ദിനമാണ് ജൂലൈ 28 പ്രകൃതി സംരക്ഷണ ദിനം. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനായി ആഗോളതലത്തിൽ രൂപീകരിച്ച കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും ജൂലൈ 28 പ്രകൃതി സംരക്ഷണ ദിനമായി ആചരിക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകതയും പ്രാധാന്യവും അറിയിച്ച് വീണ്ടും ഒരു പ്രകൃതി സംരക്ഷണ ദിനം കൂടി കടന്നു വരുന്നു. പ്രകൃതിയുടെ സംരക്ഷണത്തിനായി ലോകം കൈകോർക്കണമെന്ന് ഇത്തവണയും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ഭൂമിയുടെ നിലനിൽപ്പിനായി അമൂല്യമായ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രകൃതി സംരക്ഷണ ദിനം ആചരിക്കുന്നത്. ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് മാത്രമേ നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതി സംരക്ഷണത്തിനായി കൂടുതൽ സമയം മാറ്റിവെക്കാൻ ലോക ജനതയോട് ഈ ദിനം ആവശ്യപ്പെടുന്നു. നിലവിലുള്ള വിഭവങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനുള്ള എനിക്ക് വോയിസ് കേൾക്കുന്നില്ല. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? കൂടുതൽ സമയം ഇപ്പൊ കേൾക്കാം. കൂടുതൽ സമയം മാറ്റിവെക്കാൻ ലോക ജനതയോട് ഈ ദിനം ആവശ്യപ്പെടുന്നു. നിലവിലുള്ള വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള വിവിധ പരിപാടികൾക്ക് വർഷം തോറും ഈ ദിനത്തിൽ തുടക്കം കുറിക്കാറുണ്ട്. മനുഷ്യന്റെ തെറ്റായ ജീവിതശൈലിയും സമ്പത്തിനോടുള്ള ആർത്തിയും പ്രകൃതി വിഭവങ്ങളെ വലിയ രീതിയിൽ ചൂഷണം ചെയ്തു കഴിഞ്ഞു. ഇനിയും ഈ ചൂഷണം തുടർന്നാൽ ഭൂമിയിലെ നിലനിൽപ്പിനെ തന്നെ ഇത് ബാധിക്കും. ഈ തലമുറയ്ക്ക് മാത്രമല്ല വരും തലമുറയ്ക്കും നിലനിൽപ്പിനു കൂടിയുള്ള ഈ പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിച്ചേ പറ്റൂ. പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു മാം. ഞാനാണ് മാം. If we have no peace, it is because we have to forgotten that we belong to each other. Mother Teresa.
ഓക്കെ, നമ്മൾ എവിടെ വരെയായി? സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളായിരുന്നു മാം. സൈക്കോളജി ചാപ്റ്റർ കഴിഞ്ഞു. എഡ്യൂക്കേഷൻ സൈക്കോളജി സ്റ്റാർട്ട് ചെയ്തു. ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല മാം, അല്ലാണ്ട് പൊതുവായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. എഡ്യൂക്കേഷൻ സൈക്കോളജി ടീച്ചേഴ്സ് ആരെങ്കിലും എടുത്തോ? വേറെ ആരെങ്കിലും? ഇല്ല മാം. ഞാനിപ്പോ നിങ്ങൾക്ക് പാർട്ട് 1 കംപ്ലീറ്റ് ആയല്ലേ? ആ 2 ചാപ്റ്റർ ഇനി ഉള്ളൂ മാം, സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ബാക്കി ഫുള്ളായി. നെക്സ്റ്റ് പാർട്ട് 2 യൂണിറ്റ് 6 ആണ് സൈക്കോളജി. ഓക്കെ, സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്താണ്? സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു കാര്യം. ഓക്കെ, വേറെന്തെങ്കിലും? മനഃശാസ്ത്രമാണ്, ആ ഒരു വേർഡാണ് ഓർമ്മ വരിക. കാരണം അതിന്റെ ഒരു ഡെഫിനേഷൻ അതാണല്ലോ. അത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെ. ഓക്കെ, നമ്മുടെ മനസ്സ് മൈൻഡുമായിട്ട് റിലേറ്റഡ് ശാസ്ത്രം എന്ന് പറയുമ്പോൾ സയൻസ് അല്ലെ? ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് നമ്മളുടെ മൈൻഡിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെയും ബിഹേവിയറിനെയും കുറിച്ചുള്ള ഒരു സയന്റിഫിക് സ്റ്റഡിയാണ്. പണ്ട് കാലത്ത് ഒരു സ്റ്റിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയി എന്നൊക്കെ പറയുമ്പോഴേക്കും എന്തോ മാനസിക പ്രശ്നം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഒരു ഇതായിരുന്നു. ആളുകൾ ഒളിച്ചൊക്കെ പോകാൻ മടിക്കും, മറ്റുള്ളവരെന്ത് പറഞ്ഞു വിചാരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോ അതിന് ഒത്തിരി മാറ്റങ്ങൾ വന്നു. വളരെയധികം പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി സൈക്കോളജിസ്റ്റുകളെ, അല്ലെങ്കിൽ സൈക്കോ തെറാപ്പിസ്റ്റുകളെ, സൈക്യാട്രിസ്റ്റിനെ എല്ലാം പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. നമുക്കറിയാം, നമ്മൾക്ക് എല്ലാം ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്, പല രീതിയിലുള്ള സ്ട്രെസ് ഉണ്ട്. ഈ സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്നതിലൊക്കെ നമുക്ക് പറ്റാതെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള അതിന്റെ ഹെൽപ്പ്, സപ്പോർട്ട് അന്വേഷിച്ചു പോകും. അതുപോലെ തന്നെയാണ് ഇത് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോ തെറാപ്പിസ്റ്റ്, സൈക്യാട്രിസ്റ്റ് ഇവരെയൊക്കെ കാണാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒത്തിരി ഗെയിംസ്, അത്ലറ്റിക്സ് ഒക്കെ നടക്കും. ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ ഒക്കെ. അപ്പൊ ആ ഒരു മാച്ച്, ആ മാച്ചിന് പോകുന്ന പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. അത്രയ്ക്കും പ്രഷർ ആയിരിക്കും അവരുടെ മുകളില്. കാരണം മാച്ച് എങ്ങനെയെങ്കിലും വിൻ ചെയ്യുക, അങ്ങനെയായിരിക്കും. അങ്ങനെ അവർക്കും ഉണ്ടാവും, അവരെ പ്രഷറൈസ് ചെയ്യുന്ന ഏജൻസീസ് ഉണ്ടാകും, അതോറിറ്റീസ് ഉണ്ടാകും, അങ്ങനെ പല രീതിയിലുണ്ടാകും. ഇങ്ങനെ വരുമ്പോൾ ഇവർ ആ മാച്ചിന് മുമ്പ്, അവരെ സംബന്ധിച്ച് അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. ആ മാച്ചിന് മുമ്പ് അവർ ഇതുപോലുള്ള സെഷൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇതുപോലെ സപ്പോർട്ടിന് പോകും. ഒരു കൗൺസിലറുടെ അടുത്തോ, ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ, ഒരു സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോ തെറാപ്പിസ്റ്റിന്റെ അടുത്തെല്ലാം പോകും. പക്ഷെ അവർക്ക് റിലാക്സ്ഡ് ആകാൻ, അവർക്ക് ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എക്സ്ട്രാ സപ്പോർട്ട് എടുക്കും. ഇതൊരു പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ കുട്ടികൾ അവരുടെ മെയിൻ ബോർഡ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ്, 10th ആയാലും 12th ഒക്കെ ആയാലും, അതിനു മുമ്പ് അവർക്കൊരു എക്സാമിനെ പേടിക്കാതിരിക്കാൻ, നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ, അതിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ഒക്കെ സ്കൂളുകൾ പ്രൊവൈഡ് ചെയ്യൂലേ? അതും ഇതേ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ടായിരിക്കും അങ്ങനെ ക്ലാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ സൈക്കോളജിയുടെ ഒരു ആപ്ലിക്കേഷൻ പോസിറ്റീവ് ലെവലിൽ വളർന്നുകൊണ്ടിരിക്കുക നമുക്ക് പറയാൻ പറ്റും. സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്ലൈഡ് സയൻസ് ആണ്.
ഒരു പോസിറ്റീവ് സയൻസ് ആണ്, അതൊരു ഗ്രോയിങ് സയൻസ് ആണ്. അതിന്റെ ആപ്ലിക്കേഷൻ പലയിടങ്ങളിൽ വരും. പലയിടങ്ങളിൽ നിന്ന് വരുമ്പോഴേക്കും എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ വരുന്നുണ്ട്. അതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. എഡ്യൂക്കേഷണൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന രണ്ട് ജീവനുള്ള ആൾക്കാർ എന്ന് പറഞ്ഞ ടീച്ചറും കുട്ടികളും ആണല്ലേ. ടീച്ചർക്ക് ബെറ്റർ ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ, കുട്ടികൾക്ക് ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ സൈക്കോളജി. അത് കൂടാതെ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സയൻസ് ആണെന്ന് പറഞ്ഞു. നമ്മുടെ മൈൻഡിന്റെയും ബിഹേവിയറിന്റെയും ഒരു സ്റ്റഡിയാണ്, സയന്റിഫിക് സ്റ്റഡിയാണ്. ഈ ഒരു സൈക്കോളജി പല രീതിയിലുള്ള ബ്രാഞ്ചസ് ഉണ്ട്. ഒരു വലിയൊരു മരമാണെങ്കിൽ അതിന്റെ ബ്രാഞ്ചസ് വളരെ കൂടുതലാണ്. അതിലൊന്നാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ പല ഡെവലപ്മെന്റ് സ്റ്റേജസിനെ റിലേറ്റ് ചെയ്ത് പോകുന്നതാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. അത് ലൈഫ് സ്പാൻ, അതായത് അമ്മയുടെ വൂമ്പ് തുടങ്ങി, ആ ഗർഭപാത്രം തുടങ്ങി ശവകുടീരം വരെയുള്ള ഡെവലപ്മെന്റ്. ജനിച്ച് പുറത്തേക്ക് വരുന്ന തുടങ്ങിയല്ല, അതിനു മുന്നേ ആ ഒരു ജീവന്റെ തുടിപ്പ് അമ്മയുടെ ഗർഭപാത്രത്തിലാകുന്ന ആ ടൈം തുടങ്ങി മരണം നടക്കുന്ന വരെയുള്ള ഡിഫറെന്റ് സ്റ്റേജസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് കുട്ടികളുടെ ഓരോ സ്റ്റേജസും അതിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റും എല്ലാം നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് എന്താണ് അവരുടെ നീഡ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ, അത് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റുമോ. അതിന് നമ്മൾ സൈക്കോളജി അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് എഡ്യൂക്കേഷണൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇത് അവരുടെ സബ്ജക്റ്റിന്റെ ഒരു ഭാഗമായി മാറുന്നത്. നമ്മൾ എന്തോ ഒരു ടോപ്പിക് പഠിച്ചു എക്സാമിന് വേണ്ടി എന്നല്ല, ഇത് നമ്മൾ അപ്ലൈ ചെയ്യണം നമ്മുടെ ലൈഫിലും മറ്റുള്ളവരുടെ ലൈഫിലും. എഡ്യൂക്കേഷണൽ സൈക്കോളജി നമ്മൾ അറിഞ്ഞിരിക്കണം, ചൈൽഡ് സൈക്കോളജി അറിഞ്ഞിരിക്കണം, ഡെവലപ്മെന്റൽ സൈക്കോളജിയും അറിഞ്ഞിരിക്കണം. അതിനെ പറ്റിയൊക്കെ കൂടുതലൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, നമുക്കിവിടെ സൈക്കോളജി ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലെ ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആരെങ്കിലും ഒന്ന് വായിക്കാം. About psychology. The word psychology comes from the Greek word where psyche means soul and logos means science. Thus, the meaning of psychology is the science of soul. Modern theories and practice of education have been influenced by psychology. Psychology, like several other branches of knowledge, have a history of recent development. At present, it is a wing of knowledge. It is fast developing. In fact, modern psychology has its development from the second half of the 19th century. Now it has different wings and many researches and creations are still being in progress. Psychology is usually defined as the study of human behavior. Some psychologists have gone a step forward. They say that psychology is the science of behavior and cognitive processes. Those who work in the field of education are concerned with educational psychology, which is the application of psychological principles to education. It can be called applied psychology. All the teachers learn educational psychology as a part of their training course. സോ സൈക്കോളജി അതൊരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. 2 പാർട്സ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. സൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾ, ലോഗോസ് എന്ന് പറഞ്ഞാൽ സയൻസ്. സോ സയൻസ് ഓഫ് സോൾസ് അല്ലെ, നമ്മുടെ സോള്, അതിനെ പറ്റിയുള്ള ഒരു സയന്റിഫിക് സ്റ്റഡി, സയൻസ് ഓഫ് സോൾ. പിന്നെ ഇതിന് കുറെ പറഞ്ഞതുപോലെ ബ്രാഞ്ചസ് ഉണ്ട്, പലയിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ അതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സൈക്കോളജി എന്ന് പറയുന്നത് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ കുട്ടികൾ കുറേ സൈക്കോളജി അല്ലെ അത് പഠിക്കാനായിട്ട് പോകുന്നുണ്ട് അല്ലെ. ആളുകളെല്ലാം സ്ട്രെസ്സാണ്, അപ്പൊ അവരെ നോക്കാനായിട്ട് മറ്റു ആളുകൾ വേണമല്ലോ. സോ അങ്ങനെ കുട്ടികൾ ഒത്തിരി ഓപ്റ്റ് ചെയ്യുന്നുണ്ട് സൈക്കോളജിയുടെ കോഴ്സസ്. കുറെ ബ്രാഞ്ചസ് ഉണ്ട്, റിസർച്ചസ് നടക്കുന്നുണ്ട്, കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രോഗ്രസീവ് ആയിട്ട് പോകുന്ന ഒരു സയൻസ് തന്നെയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. സൈക്കോളജി ഹ്യൂമൻ ബിഹേവിയറിന്റെ സ്റ്റഡിയാണ്. ചില സൈക്കോളജിസ്റ്റ് അതിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. അവർ പറയുന്നത് ബിഹേവിയറും അതുപോലെ തന്നെ കോഗ്നിറ്റീവ് പ്രോസസ്, ആ ബുദ്ധിപരമായ
ആ ഒരു പ്രോസസ്സ് അതിന്റെയും സ്റ്റഡിയാണ് എഡ്യൂക്കേഷണൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവര്, അതായത് എഡ്യൂക്കേഷണൽ സൈക്കോളജി അറിഞ്ഞിരിക്കണം. സൈക്കോളജിക്കൽ പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻസ് ആണ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ. അതുകൊണ്ട് ഇതിനെ ഒരു അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയാം. കാരണം സൈക്കോളജിനെ അപ്ലൈ ചെയ്യുവാണ് വേറൊരു സെറ്റിംഗ്സിൽ, അല്ലെ, വേറൊരു സിറ്റുവേഷൻസിലേക്ക് അപ്ലൈ ചെയ്യുക. അതുകൊണ്ടൊരു അപ്ലൈഡ് സൈക്കോളജിയാണ്. എല്ലാ ടീച്ചേഴ്സും എഡ്യൂക്കേഷണൽ സൈക്കോളജി അവരുടെ ട്രെയിനിങ് കോഴ്സിന്റെ ഭാഗമായിട്ട് അറിഞ്ഞിരിക്കണം. അത് വേറൊന്നുമല്ല, മാർക്കിന് വേണ്ടിയിട്ടല്ല, കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ലാസ്റ്റ് അടുത്ത തേർഡ് പാരഗ്രാഫ് ഞാൻ വായിക്കാം. പാട്ട് പാടുവാണോ? പാട്ട് പാടും, നല്ല പാട്ടില്ല. 1 വയസ്സായിട്ടുള്ളൂ മാം. ആണോ? ഭയങ്കര താളത്തിലിരുന്ന് പാടുന്നു. അടുത്ത് കിടന്ന് പാടുക. പാടിക്കോട്ടെ. Very recently, another wings of psychology has shown fast and dynamic progress, which is developmental psychology or lifespan psychology. It deals with changes in behavior and cognitive process over the lifespan. Therefore, it is very much related to child psychology and education psychology, which all teachers are wanted to know. Child psychology is concerned with the development and behavior of children. This wings of the psychology differentiates children from adults and deals with their behavior and development from practical, systematic point of view. HR, അതിന്റെ name ഷോഫർ എന്ന് വെച്ചാൽ മതി. ഷോഫർ ഒരാളുടെ പേരല്ലേ, എനിക്ക് പലപ്പോഴും പ്രൊനൗൺസിയേഷന്റെ കറക്റ്റ് അവിടെ നില്ല. ഷോഫർ എന്നാണ് തോന്നുന്നു. Schoffer has defined it as the scientific study of children's behavior and development. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെവലപ്മെന്റൽ സൈക്കോളജിയെ കുറിച്ച്, അല്ലെങ്കിൽ ലൈഫ് സ്പാൻ സൈക്കോളജി, അല്ലെ, മദറിന്റെ വൂമ്പിൽ നിന്ന് ടോംബ് വരെയുള്ള ആ ഒരു ലൈഫ് ജേർണി, അത് വരുന്നതാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. ഗർഭപാത്രത്തിൽ നിന്ന് ശവകുടീരം വരെയുള്ള ഒരു യാത്ര ലൈഫ് സ്പാൻ സൈക്കോളജി എന്നും ഡെവലപ്മെന്റൽ സൈക്കോളജി അറിയപ്പെടുന്നുണ്ട്. അത് ബിഹേവിയറും അതുപോലെ തന്നെ കോഗ്നിറ്റീവ് പ്രോസസ്, ആ ഒരു ഇന്റലക്ച്വൽ ഡെവലപ്മെന്റും ആ ലൈഫ് സ്പാൻ മുഴുവനുള്ളത്. അതുകൊണ്ട് ഇത് ചൈൽഡ് സൈക്കോളജിയുമായിട്ട് റിലേറ്റഡ് ആണ്. ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് ഉണ്ടല്ലോ, ലൈക്ക് 0 years തുടങ്ങിയിട്ട് അഡൾട്ട് ആകുന്ന ആ ഒരു ഏജ് വരെയാണ് പറയുന്നത്. പിന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജി ടീച്ചേഴ്സ് എല്ലാം അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഡെവലപ്മെന്റും ബിഹേവിയറും അതാണ് ഡീൽ ചെയ്യുന്നത്. അത് കുട്ടികളെ അഡൾട്ട്സിൽ നിന്നും ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യും. കാരണം അഡൾട്ട്സ് പെരുമാറുന്ന പോലെയല്ല കുട്ടികൾ പെരുമാറുന്നത്, ഡിഫറൻഷിയേറ്റ് ചെയ്യും ഒരു പ്രാക്ടിക്കൽ സിസ്റ്റമാറ്റിക് പോയിന്റ് ഓഫ് വ്യൂല്. HR ഷോഫർ പറയുന്ന അത് ഒരു ബ്രിട്ടീഷ് ഡെവലപ്മെന്റ് സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഡെവലപ്മെന്റ് സൈക്കോളജിയെ കുറിച്ച് കുറെ ഒബ്സർവേഷൻസ്, കോൺട്രിബ്യൂഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഡിഫൈൻ ചെയ്തത് സയന്റിഫിക് സ്റ്റഡി ഓഫ് ചിൽഡ്രൻസ് ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ്, ആ ഒരു ഡെവലപ്മെന്റൽ സൈക്കോളജി അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത് സയന്റിഫിക് സ്റ്റഡി ഓഫ് കുട്ടികളുടെ ബിഹേവിയർ, അവരുടെ ഡെവലപ്മെന്റ്, അതാണ് ചൈൽഡ് സൈക്കോളജി അദ്ദേഹം ഡിഫൈൻ ചെയ്തത്. അപ്പൊ നമ്മൾ ചൈൽഡ് സൈക്കോളജി അറിഞ്ഞിരിക്കണം, എഡ്യൂക്കേഷണൽ സൈക്കോളജി അറിഞ്ഞിരിക്കണം, ലൈഫ് സ്പാൻ മുഴുവനുമുള്ള ഡെവലപ്മെന്റ് അറിയുവാണെങ്കിൽ നല്ലതാണ്. കാരണം കുഞ്ഞുങ്ങളാണ് വളർന്ന് വലിയ ആളുകളായിട്ട് മാറുന്നത്. ആ ഒരു സമയത്ത് അവരുടെ പിന്നീടുള്ള ലൈഫ് ജേർണി എങ്ങനെ പോകണം എന്നുള്ളത് ബേസ് ഫണ്ടമെന്റൽ അവരുടെ ആ ഒരു ചെറുപ്രായത്തിൽ തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി. ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം വായിച്ചാൽ മതി. ഞാൻ വായിക്കാം. Teachers and psychology. Education in simple terms is the modification of behavior of children in a controlled environment to shape the behavior of the subject and bring positive changes. It is necessary to study the science of behavior.
All teachers have to understand the children with whom they interact. It is necessary that they should know how they think, how they react to their environment, the strengths and weakness of their personality, etc. At the same time, a teacher has to know that two individuals are not similar and they have several different aspects. Every individual is unique in nature. At the same time, when the individuals come together, the nature of their behavior changes. As the teacher is very often expected to deal with a group of students, it has to know the psychology of the groups as well as the psychology of the individual in the group and the influence of the group of the individual. The teacher must have awareness about the socio-cultural program also. Miss, next പേരെ വായിക്കണം. വേണ്ട, ഇത് മതി പറയാം. അപ്പൊ ടീച്ചേഴ്സും സൈക്കോളജി ആ ഒരു കണക്ഷൻ നമ്മൾ എങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ സബ്ജക്ട് പഠിച്ച് മാർക്ക് വാങ്ങുക എന്നുള്ളതല്ല എഡ്യൂക്കേഷൻ, അല്ലെ? നമ്മളുടെ ബിഹേവിയറും അതിന് ചേഞ്ചസ് വരും. അതാണ് എഡ്യൂക്കേഷന്റെ ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റ്. എഡ്യൂക്കേഷൻ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഒരു ക്ലാസ് റൂം ആ ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റ് ആണ്. വീട്ടിലെ പോലെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കിടക്കുമല്ല, അല്ലെ? അപ്പൊ ആ ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റില് കുട്ടികളുടെ ബിഹേവിയറിന്റെ മോഡിഫിക്കേഷൻ ആണ് നടക്കുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അറിയാൻ മോണ്ടിസോറി പറഞ്ഞിട്ടുണ്ട്, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നോയിങ് അവേഴ്സെൽസ്, അതാണ് എഡ്യൂക്കേഷൻ. ഒരിക്കലും ഒരു സിലബസോ ഒരു സബ്ജക്റ്റിനെയോ കണക്ട് ചെയ്തല്ല എഡ്യൂക്കേഷൻ വരുന്നത്. പോസിറ്റീവ് ചേഞ്ചസ് വരുത്തുക. മനസ്സിലായി തന്നെ. ഇപ്പൊ നമ്മളൊരു സബ്ജക്ട് പഠിച്ച് കുറെ മാർക്ക് വാങ്ങുക എന്നുള്ളതല്ല ശരിക്കും എഡ്യൂക്കേഷൻ എന്ന് പറയും. അത് നമ്മളുടെ ഒരു കോഴ്സിന്റെ ക്രൈറ്റീരിയ തന്നെയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളിലെ മാറ്റങ്ങൾ വരണം. ആ ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് ആളുകളുടെ നിങ്ങൾ എപ്പോഴും തോട്ട്ഫുള്ളി അല്ലെങ്കിൽ കോഡ്സ് ഒക്കെ പറയുമ്പോൾ പറയില്ലേ, എഡ്യൂക്കേഷൻ ഈസ് എ വെപ്പൺ, അല്ലെ? എപ്പോഴും എല്ലാവരിലും വരാറുണ്ട് അങ്ങനെ ഒരു, എല്ലാ ബാച്ചുകാരും എപ്പോഴും പറയുന്ന ഒരു കാര്യം. അതൊരു വെപ്പൺ തന്നെ, ബാക്കി എന്തിനേക്കാളും പവർഫുൾ ആയിട്ടുള്ളത്, അല്ലെ? അതാണ് എഡ്യൂക്കേഷന്റെ ഒരു ഇമ്പോർട്ടന്റ്. ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റില് കുട്ടികളുടെ ആരുടെയാണ് അന്നപ്പോ നമ്മളുടെ എല്ലാം ബിഹേവിയറിന് മോഡിഫിക്കേഷൻ സംഭവിക്കുന്ന ഒന്നാണ്. പോസിറ്റീവ് ചേഞ്ചസ് വരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഒരു ബിഹേവിയറിന്റെ സ്റ്റഡി, സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി, ചുമ്മാ ബിഹേവിയർ മനസ്സിലാക്കുകയല്ല, അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡിയാണ് ശരിക്കും സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജി, എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ സൈക്കോളജി വരും. അപ്പൊ ടീച്ചേഴ്സിന് അവരുടെ മുന്നിൽ വരുന്ന കുട്ടികളെ മനസ്സിലാക്കണം, അവരെ ഇന്ററാക്ട് ചെയ്യുന്ന കുട്ടികളെ മനസ്സിലാക്കണം. പിന്നെ അവരെങ്ങനെയാണ് അവരുടെ തോട്ട് പ്രോസസ്, അവരുടെ ഫീലിങ്സ്, അവരുടെ ഇമോഷൻസ്, ഇതെല്ലാം മനസ്സിലാക്കണം. അവർ റിയാക്ട് ചെയ്യുന്ന രീതിയിൽ അവരുടെ റെസ്പോൺസ് എല്ലാം മനസ്സിലാക്കണം. അതുപോലെ അവരുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, അവരെന്ത് കാര്യത്തിലാണ് അവർ ഭയങ്കര ഒരു പടി മുന്നിൽ, അവരെന്ത് കാര്യത്തിലാണ് അവർ കുറച്ച് ലോ ആയിട്ടുള്ളത്, ഇതെല്ലാം മനസ്സിലാക്കിയാലല്ലേ നമുക്ക് അതിനനുസരിച്ച് അവരെ ഡീൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അവരുടെ പേഴ്സണാലിറ്റി, ഓരോ കുട്ടി യുണീക്കാണ്. എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. നമ്മളങ്ങനെ കമ്പയർ ചെയ്യുന്ന പോലും തെറ്റാണ്. അവന് ചെയ്യാമെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാന്നുള്ളൊരു ചോദ്യം, അതൊക്കെ വളരെ ജഡ്ജ് ചെയ്യുന്ന രീതിയിലുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ കുട്ടിയും യുണീക്കാണ്. ഓരോരുത്തരുടെ പൊട്ടൻഷ്യലും ഡിഫറെന്റ് ആയിരിക്കും. ആരും സിമിലർ അല്ല. പലർക്കും പല ഇമ്പോർട്ടന്റ് പെക്യൂലിയർ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒറ്റയ്ക്കായിരിക്കും അവരുടെ ബിഹേവിയർ, ഒരു ഗ്രൂപ്പിൽ വരുമ്പോൾ അവരുടെ ബിഹേവിയർ, ഇതെല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ടീച്ചർക്ക് പറ്റണം. ഒരു ഗ്രൂപ്പിലാക്കിയപ്പോൾ കുട്ടിയുടെ ബിഹേവിയർ എങ്ങനെ, അങ്ങനെ പല പല ഗ്രൂപ്പിലേക്ക് പോകുമ്പോഴുള്ള ബിഹേവിയർ എങ്ങനെ, ആ ചേഞ്ചസ് എല്ലാം മനസ്സിലാക്കണം. അങ്ങനെ ഒരു സൈക്കോളജി
ആ ഒരു ടീച്ചർ ഇൻഡിവിജ്വലിന്റെയും ഒരു ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ ഒരു ടീമിന്റെയും എല്ലാം അറിഞ്ഞിരിക്കണം. ഒരു ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് ഒരു ഗ്രൂപ്പിനെ മുഴുവനും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നു, ലീഡറായിട്ട് നിൽക്കുന്നു, അല്ലെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ടീച്ചർക്ക് ആ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. അതായത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി കുട്ടികൾക്ക് കൊടുത്താൽ അവരിൽ എന്തെല്ലാം ചേഞ്ചസ് വരും, എന്തെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് വരും. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കാനായിട്ട് ടീച്ചർ അറിഞ്ഞിരിക്കണം. ആ സോഷ്യോ കൾച്ചറൽ പ്രോഗ്രാംസ് ഇതെല്ലാം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉള്ള ഒരു അവയർനെസ് ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് 2 പാരഗ്രാഫ്സ് വായിക്കാമോ? ഞാൻ വായിക്കുന്നു. As a teacher deals with children's processing of knowledge, she is expected to know the process involved in the obtaining of knowledge. Besides, she must have knowledge of how to improve knowledge of the children so that they may process it properly. It is important that a teacher must know what type of knowledge items can be absorbed mentally by children of a particular age group. In short, psychology helps teachers in deciding what to teach, who to teach, and how to teach. As the children undergoing pre-primary education are very young and not much expected of the society or larger environment, a teacher must be intensely careful in dealing with them. They are very subtle and sensitive. They are likely to absorb or internalize anything they come across. A teacher who is engaged in adjusting the very young generation of the society is expected to have a good knowledge of psychology of the children. അപ്പോൾ നമ്മൾക്ക് പറഞ്ഞല്ലോ, ടീച്ചർ ഓരോ സ്റ്റെപ്സും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡീൽ ചെയ്യാണ്. കുട്ടികൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവരാ കിട്ടുന്ന ഇൻഫർമേഷനെ അവരെങ്ങനെ അനലൈസ് ചെയ്ത് അവരതൊരു നോളജ് ആക്കി എങ്ങനെ വെക്കുന്നു, ഇതെല്ലാം അത് നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം ക്ലാസ്സിൽ ഒരു 20 കുട്ടികളുണ്ട്, നമ്മൾ അവർക്കൊരു ടോപ്പിക് എടുക്കുമ്പോൾ 20 പേരും മനസ്സിലാക്കുന്ന രീതി, ലെവൽ ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ചില കുട്ടികൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും, ചില കുട്ടികൾക്ക് അത് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, അവർക്ക് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാവുക. ചില കുട്ടികൾക്ക് അതിനെപ്പറ്റി ആ രീതിയിൽ പ്രസന്റ് ചെയ്തിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട രീതി, ആ ഒരു മെത്തേഡ് ടീച്ചർ മാറ്റേണ്ടി വരും. അതെല്ലാം ഒരു ടീച്ചർ മനസ്സിലാക്കണം. അപ്പോൾ സൈക്കോളജി ഒരു ടീച്ചറെ ഹെൽപ്പ് ചെയ്യും. എന്ത് പഠിപ്പിക്കണം, ആരെ എങ്ങനെ പഠിപ്പിക്കണം, വാട്ട് ടു ടീച്ച്, ഹൂ ടു ടീച്ച് ആൻഡ് ഹൗ ടു ടീച്ച്. ഇപ്പം ചിലർക്ക് ഒരു പേടി സ്വപ്നമായിട്ട് എപ്പോഴും പറയുന്ന സബ്ജക്റ്റാണ് മാത്സ്, അല്ലെ. ചില പാരന്റ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പുതിയ മാത്സ് ടീച്ചർ വന്നപ്പോൾ അവനെല്ലാം ചെയ്യാൻ തുടങ്ങി. അപ്പൊ സബ്ജക്റ്റിന്റെ കുഴപ്പമില്ല, കുട്ടികളിലേക്ക് അത് എത്തുന്നതിന്റെ പ്രശ്നമായിരുന്നു. പുതിയ മിസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവനൊരു പ്രശ്നവുമില്ല, പ്രോബ്ലംസ് ഒക്കെ അവൻ നല്ലപോലെ. ആ ടീച്ചർ എടുത്ത ഒരു രീതി വേറെ ആയിരിക്കാം. വീക്കായ സ്റ്റുഡൻസിന്, മാത്സിൽ വീക്കായ സ്റ്റുഡൻസിനെയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലായിരിക്കും ആ ഒരു ടീച്ചർ ആ ഒരു സബ്ജക്റ്റ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്, അല്ലെ. അപ്പൊ അതെല്ലാം ഒരു ടീച്ചർക്ക് മനസ്സിലാണ് ആ ഒരു സൈക്കോളജി. പ്രീ പ്രൈമറി എഡ്യൂക്കേഷനിൽ വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യങ്ങാണ്, അല്ലെ. അവർക്ക് ശരിക്കും അവർ കാണുന്നില്ല, സൊസൈറ്റി എൻവയോൺമെന്റിനെ കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും അറിയില്ല. അപ്പൊ അവരെ ഡീല് ചെയ്യുന്ന ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കെയർഫുൾ ആയിരിക്കും. കാരണം അത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ള കാര്യമാണ്. അവർ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും, സട്ടിൽ, വളരെ സൂക്ഷ്മമായി. അവര് എന്തൊക്കെ അവർക്ക് കിട്ടുന്നു അത് മുഴുവനും അവർ അബ്സോർബ് ചെയ്യും. അപ്പൊ അവർക്ക് പകർന്നു കൊടുക്കുന്നത് അതുപോലെ നല്ല ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. അപ്പൊ ടീച്ചർ ആ ഒരു ഗ്രൂപ്പുമായിട്ട് എൻഗേജ്ഡ് ആവുന്ന ഒരു ടീച്ചർ നല്ല നോളജ് ഉണ്ടായിരിക്കണം. കുട്ടികളുടെ ഗ്രോത്തും ഡെവലപ്മെന്റിനെ കുറിച്ചും കുട്ടികളുടെ സൈക്കോളജിയെ കുറിച്ചും നല്ലപോലെ മനസ്സിലാക്കുന്ന ഒരു ടീച്ചർ വേണം ആ കുട്ടികളുമായിട്ട് ഡീൽ ചെയ്യാൻ. എഡ്യൂക്കേഷനുള്ള ഒരു സൈക്കോളജി വരുമ്പോഴുള്ള കാര്യം. ഇനി ചൈൽഡ് ആൻഡ് ഹിസ് ബിഹേവിയർ വരുന്നൊരു ചാപ്റ്ററാണ്. അപ്പം ഈ സൈക്കോളജിയുടെ ഉദ്ദേശം തന്നെ ഇതാണ്, നമ്മൾക്ക് നമ്മുടെ മുന്നിൽ വരുന്ന ആളുകളെ മനസ്സിലാകണം, അവരുടെ ബിഹേവിയർ, അവരുടെ ഡിഫറൻസസ്, അവരുടെ യുണീക്നെസ്, ഇതെല്ലാം മനസ്സിലായിട്ട് വേണം നമുക്ക് ഡീൽ ചെയ്യാൻ. അപ്പൊ ഒരു പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ആ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എഡ്യൂക്കേഷന്റെ ഫണ്ടമെന്റൽസിന്റെ ഫൗണ്ടേഷൻ ഇടുന്ന ഒരു ടൈമാണ്. ആ സമയത്ത് അവർക്ക് എന്ത് കിട്ടുന്നു, എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവര് പിന്നീട് വലുതാകുമ്പോൾ. ഫൗണ്ടേഷൻ നന്നായില്ലെങ്കിൽ
പിന്നീടുള്ള വളർച്ചയൊന്നും ശരിയായ രീതിയിൽ നടക്കില്ലല്ലോ. ആ ഒരു ഫൗണ്ടേഷൻ നടക്കുന്ന ആ ഒരു ഏജിലാണ് നമ്മുടെ കയ്യിൽ കുട്ടികളെ കിട്ടുന്നത്. അപ്പൊ അത്രയും നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചിൽഡ്രൻ ആൻഡ് ഹിസ് ബിഹേവിയർ ചെറിയ ലെസൺ ആണ്, ബട്ട് നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലാണ് നെക്സ്റ്റ് എഡ്യൂക്കേഷൻ സൈക്കോളജി വരുന്നത്. ഓക്കെ, ചൈൽഡ് ആൻഡ് ഹിസ് ബിഹേവിയർ അതിന്റെ മുഴുവനും വായിക്കാം. As the Montessori teacher are expected to communicate with the children of the age group 3 to 6, they must know their general behavior in groups, individual behavior, each one's family background, social backgrounds, etc. The children face different problems in their family and environment. The rate of addition of languages changes according to the environment of each child. Emotion, motivation, and intelligence are also found of varying degrees among children. Teachers' effort to gather children are likely to encounter the individual difference. Echocentrism may still prevail the some children. There may be children with psychological abnormalities and physical disabilities, which the teacher has to identify from the every beginning. Different aspects of the child development are to be understood by the teacher. During the period of vital growth, children pass through different stages of cognitive, emotional, moral, social, and linguistic development. Their psychomotor coordinations and skill development continuously. Piaget's stages of cognitive development, Freud's stages of emotional developments, and Erickson's stages of personality development are some of the works and judgments in this field, which are the uses of teachers. Without having proper foundation in psychology, a teacher may not succeed in understanding profiles, ideas of teaching kindergartens or Maria Montessori's ideas of using didactic approaches. Okay, didactic apparatus. Okay, fine. Teach child and his behavior. നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾ അത്രയും സ്പെഷ്യലാണ്. അവരുടെ ഫൗണ്ടേഷൻ, അവരുടെ ഗ്രോത്ത്, ഡെവലപ്മെന്റ്, അവരുടെ ഓരോ സ്റ്റേജിലേക്കുള്ള അതിന്റെ ഫൗണ്ടേഷൻസ് ലേ ചെയ്യുന്ന ആ ഒരു ഏജിലാണ് നമ്മുടെ കയ്യിലേക്ക് ആ കുട്ടികളെ കിട്ടുന്നത്. അപ്പൊ അവരെ നമ്മൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം? ആ ഒരു ഏജ് ഗ്രൂപ്പ് 3 to 6 years, ആ ഒരു ഏജിലുള്ള കുട്ടികൾ അവരുടെ ജനറൽ ബിഹേവിയർ നമ്മൾ അറിഞ്ഞിരിക്കും. അവരുടെ ഒരു ഗ്രൂപ്പിലായി കഴിയുമ്പോൾ അവരുടെ ബിഹേവിയർ, അവരുടെ ഇൻഡിവിജ്വൽ ബിഹേവിയർ, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അവർ വരുന്ന സൊസൈറ്റി, ഇതെല്ലാം നമ്മൾ അറിഞ്ഞാലാണ് നമുക്ക് അവരുടെ മുന്നിൽ വരുമ്പോൾ അവരുടെ ഉള്ളിൽ എന്താണ്, അവരുടെ ഫീലിങ്സ് എന്താണ്, അവരുടെ ഇമോഷൻസ് എന്താണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. കുട്ടികൾ പലപ്പോഴും പല പ്രോബ്ലംസ് ഫാമിലിയിലും അവർ വളരുന്ന എൻവിയോൺമെന്റിലും അവർ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികൾ നമ്മൾ ഇങ്ങനെ ജനറലി പറയും, ഈ ഒരു ഏജ് ആവുമ്പോൾ കുട്ടി ഇങ്ങനെയാണോ, ഈ ഒരു ഏജ് ആവുമ്പോൾ കുട്ടി നല്ലപോലെ സംസാരിക്കും, അങ്ങനെ പല രീതിയിൽ പറയും. പക്ഷെ നമുക്ക് എല്ലാ കുട്ടികളിലും അത് കറക്റ്റ് നമുക്ക് കാണണമെന്നില്ല. നല്ലപോലെ സംസാരിക്കേണ്ട പ്രായമായിട്ടും ലാംഗ്വേജ് ശരിയായ രീതിയിൽ ആവാത്ത എത്രയോ കുട്ടികളുണ്ടല്ലേ. അത് അവരുടെ എൻവിയോൺമെന്റിനനുസരിച്ചാണ് ഓരോ ഡെവലപ്മെന്റിലും വ്യത്യാസങ്ങൾ ഉണ്ടാകും. എൻ്റെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂരാണ്. അതിന് കുട്ടികള് 2 ആൺകുട്ടികളാണ്. 2 പേരും ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ബാംഗ്ലൂർ. നിങ്ങൾക്ക് ഊഹിക്കാലോ, ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ അത്രത്തോളം ഭയങ്കര ലാംഗ്വേജ് ആയിരിക്കും. ഇംഗ്ലീഷ് നല്ലപോലെ എന്തായാലും ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല ഇതായിരിക്കും. പക്ഷെ മൂത്ത കുട്ടിക്ക് ഒരു ലാംഗ്വേജും ഇല്ല. ഒരു മലയാളം ശരിക്കും പറയാൻ അറിയില്ല, ഇംഗ്ലീഷും ശരിക്കും പറയാൻ അറിയില്ല, ഹിന്ദിയും പറയാൻ അറിയില്ല, എന്തിന് അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് ആയ കന്നഡയും അറിയില്ല, മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല. ഇപ്പൊ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ കഴിയാറായി, ഇപ്പോഴും ആ കുട്ടിയുടെ ലാംഗ്വേജ് കറക്റ്റ് ആയിട്ടില്ല. അപ്പൊ ആ ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കേണ്ട ആ സമയത്ത് അതിനനുസരിച്ചുള്ള ഒരു എൻവിയോൺമെന്റ് കുട്ടിക്ക് ഉണ്ടായിരുന്നു കാണില്ല. ഇവര് ഒരു ഫ്ലാറ്റ് സംസ്കാരമാണല്ലോ, അവിടെ സംസാരിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഒരു മെയ്ഡ് വരും, അവര് കന്നഡയാണ്, അപ്പൊ അവരുടെ നിന്ന് കുറെ കന്നഡ കേൾക്കും. പിന്നെ അച്ഛനും അമ്മയും
മലയാളത്തിൽ സംസാരിക്കുന്നുണ്ട്, ഇംഗ്ലീഷിലും സംസാരിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ കുട്ടിക്ക് മൊത്തം കൺഫ്യൂഷനായി. ഒരു ലാംഗ്വേജും അതിന് ക്ലിയർ ആയിട്ട് എത്തിയില്ല. പക്ഷെ രണ്ടാമത്തെ കുട്ടി, ആ കുട്ടി വലിയ അതിന്റെയും ലാംഗ്വേജ് കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൊനൗൺസിയേഷനോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ അത് അവരുടെ ആ ഒരു എൻവയോൺമെന്റിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. വളരുന്ന സാഹചര്യങ്ങള് കുട്ടികളുടെ ഓരോ ഡെവലപ്മെന്റിനെയും ബാധിക്കുന്നുണ്ട്. അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ആണെങ്കിലും അവരുടെ ഇന്റലിജൻസ് ഡെവലപ്മെന്റ് ആണെങ്കിലും ഇതെല്ലാം ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഒരു കുട്ടി കാണിക്കുന്ന പോലെ തന്നെ മറ്റേ കുട്ടി കാണിക്കണമെന്ന് നിർബന്ധമില്ല, വ്യത്യാസങ്ങൾ. ടീച്ചറുടെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ മനസ്സിലാക്കുക, അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ട് ഒന്നുണ്ടെങ്കിൽ എഴുതുമല്ലോ മിസ് ചെയ്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ഒരു നീഡ്സ് അനുസരിച്ച് ഒരു കുട്ടി എന്തിനാണോ വീക്ക് ആയിട്ടുള്ളത് ആ വീക്ക്നെസ് സ്ട്രെങ്ത് ആക്കാനായിട്ട് ടീച്ചർ എഫേർട്ട് ഇടണം. അതുപോലെ നല്ല സ്ട്രെങ്ത് പോയിന്റുകൾ ഉണ്ട് ആ കുട്ടിക്ക്, അതിനെ ഒന്നുകൂടെ മോട്ടിവേറ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെയാണ്. പിന്നെ ഈഗോസെൻട്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഇൻട്രസ്റ്റ്, സെൽഫ് കൺസേൺ. നമ്മൾ ഈ സെൽഫിഷ്നെസിന്റെ ഒരു വേറൊരു വേർഷൻ പലപ്പോഴും കുട്ടികളിൽ കാണും. അവർക്ക് അവരവരെ പറ്റി മാത്രം ഒരു ചിന്ത, അങ്ങനെയുള്ളതൊക്കെ കുട്ടികളിൽ കാണും. അത് അവർ ഗ്രൂപ്പിലേക്കൊക്കെ ആയിട്ട് മേർജ് ചെയ്ത് പോകുമ്പോൾ അതിനെല്ലാം മാറ്റം വരും. പിന്നെ ചില കുട്ടികൾക്ക് സൈക്കോളജിക്കൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകാം, ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉണ്ടാകാം, അല്ലെ? ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ വരാം. അപ്പൊ ടീച്ചർ ഇതെല്ലാം ബിഗിനിങ്ങിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നു, പാരന്റ്സിനെ ഇൻഫോം ചെയ്യാം. കാരണം അത് ക്യൂറബിൾ ആണെങ്കിൽ അതിനൊരു ഇന്റർവെൻഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ തെറാപ്പി സെഷനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്രായത്തിൽ തന്നെ, ശരിക്കും പറഞ്ഞാൽ 6 വയസ്സിന് മുമ്പ് തന്നെ ഇതെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്ത് ക്ലിയർ ചെയ്യുവാണെങ്കിൽ അത് മാറുന്നതാണ്. ചില ഓട്ടിസത്തിന്റെ ചില ചെറിയ ഡിഗ്രീസ് എല്ലാം മാറാറുണ്ട് കുട്ടികൾക്ക്. ഭയങ്കര ഹൈ ഡിഗ്രിയിലൊക്കെ വരുന്നത് അങ്ങനെ മാറാൻ ബുദ്ധിമുട്ടായിട്ട്. അപ്പൊ അങ്ങനെ കുട്ടികളുടെ ഓരോ ഡെവലപ്മെന്റിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ് ടീച്ചർ മനസ്സിലാക്കണം. അവരുടെ ഗ്രോത്തിന്റെ ആ ഒരു വൈറ്റൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രോത്ത് സ്റ്റേജ് ആണ്. പല സ്റ്റേജസിലൂടെ കടന്നു പോകും. അത് ബുദ്ധിപരമായിട്ടും കോഗ്നിറ്റീവ്, ഇമോഷണൽ, വൈകാരികപരമായിട്ടും, പിന്നെ മോറൽ വാല്യൂസ് വരുന്നു, അവർ സോഷ്യലൈസ് ചെയ്യുന്നു, അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഇതെല്ലാമായിട്ട് അങ്ങനെ പല പല സ്റ്റേജസിലൂടെ അവർ കടന്നു പോകും. ഇതെല്ലാം ആ ഒരു ടീച്ചർക്ക് മനസ്സിലാകണം. പിന്നെ സൈക്കോ മോട്ടർ കോർഡിനേഷൻ. മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ മൂവ്മെന്റ്സ്, സൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡിന്റെ. ഇപ്പം നമ്മളിപ്പോ മുകളിലൊരു ഷെൽഫിലൊരു ബുക്ക് വെച്ചിട്ടുണ്ട്, അപ്പൊ നമ്മൾ എന്താ ആ ബുക്ക് എടുക്കണം. അപ്പൊ നമ്മളുടെ ഉള്ളിൽ നിന്നൊരു സിഗ്നൽ ആണ് ആ ബുക്ക് എടുക്കാനായിട്ട് നമ്മൾ കൈ എത്തിക്കണം. എത്തുന്നില്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഒന്ന് പ്രഷറൈസ് ചെയ്യണം. ഇനി അഥവാ അപ്പോഴും എത്തിയില്ലെങ്കിൽ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അതിന്റെ മുകളിൽ, ഇതൊക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ സൈക്കോ മോട്ടർ കോർഡിനേഷൻ, അങ്ങനെ ഒരു സിഗ്നൽ ഉള്ളിൽ നിന്ന് വന്നിരുമ്പോഴാണ് നമ്മൾ ഇത് ഓരോന്ന് ചെയ്യുന്നല്ലേ. ആ മൈൻഡിന്റെയും ബോഡി മൂവ്മെന്റിന്റെയും കോർഡിനേഷൻ. അതുപോലെ തന്നെ കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെന്റ്, ഇതെല്ലാം കണ്ടിന്യൂസ്ലി വരുന്ന ഇതെല്ലാ പ്രോസസ്സും മനസ്സിലാക്കാനായിട്ട് ഒരു ടീച്ചർക്ക് പറ്റണം. നമ്മൾ ഈ സൈക്കോ അനാലിസ്റ്റുകളുടെ ഡിഫറെന്റ് സ്റ്റേജസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണോ? പിയാജറ്റ്. അതാണ് പറയുന്നത് പിയാജറ്റിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഇമോഷണൽ ഡെവലപ്മെന്റ്, ലൈക് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ റിക്സന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇതെല്ലാം നമ്മൾക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുട്ടികളെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറെ ഒബ്സർവേഷൻസ് ആണ്, ഇവരുടെ ഒബ്സർവേഷൻസ് ആണ്. അപ്പോൾ സൈക്കോളജിയെ കുറിച്ച് നല്ലൊരു അവയർനെസ് ടീച്ചേഴ്സിന് വേണം. എന്നാൽ മാത്രമാണ് അവർക്ക് സക്സീഡ് ചെയ്യാൻ പറ്റുള്ളൂ, കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ മറിയ മോണ്ടിസോറി ഇൻട്രൊഡ്യൂസ് ചെയ്ത മോണ്ടിസോറി മെത്തേഡും, അതുപോലെ തന്നെ ഫ്രോബൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കിൻഡർ ഗാർട്ടൻ ഒക്കെ ഉണ്ടല്ലോ പലയിടത്തും, അതിന്റെ ഐഡിയാസ് ഒക്കെ നമുക്ക് മനസ്സിലായി. നമുക്ക് അങ്ങനെ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് ആ ഒരു ടീച്ചിങ് പ്രോസസ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാനും പറ്റണമെങ്കിൽ നമ്മൾ ഇതെല്ലാം കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസും അവരുടെ ബിഹേവിയറും എല്ലാ കാര്യങ്ങളും മനസ്സിലാണ്. ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദാറ്റ് യൂണിറ്റ്. പിന്നെ ഞാൻ ഡെവലപ്മെന്റൽ സൈക്കോളജിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാൻ വെച്ചിട്ടാണ്.
ചേഞ്ച് അല്ലെ, ഒരു മനുഷ്യൻ ജനിക്കുമ്പോഴുള്ള പോലെയല്ല അയാളുടെ ജീവിതം തീരാറാകുമ്പോൾ പല രീതിയിലുള്ള ചേഞ്ചസ് അയാളുടെ ബോഡിയിൽ വരും, അയാളുടെ ആക്ഷൻസിൽ വരും, അയാളുടെ തോട്ട്സിൽ വരും അല്ലെ. അങ്ങനെ മനുഷ്യരൊക്കെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുക, അവർ ഓരോ രീതിയിലും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ലൈഫ് സ്പാൻസിൽ നമ്മൾ കോൺസ്റ്റന്റ്ലി ഇങ്ങനെ നമുക്ക് ഡെവലപ്മെന്റ് വന്നുകൊണ്ടിരിക്കുകയാണ് മരിക്കുന്നവരെ. അപ്പൊ ഈ ഡെവലപ്മെന്റൽ സൈക്കോളജി കണക്ട് ചെയ്യുന്നത് ഫിസിക്കൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്. ആളുകൾക്ക് ഓരോരോ പ്രായത്തില് ഈ ഏരിയകളിൽ വരുന്ന ഡെവലപ്മെന്റിനെ കുറിച്ചാണ് ഡെവലപ്മെന്റ് സൈക്കോളജി പറയുന്നത്. പിന്നെ ചില ചേഞ്ചസ് എല്ലാം നോർമൽ ആണ്, എല്ലാവരിലും ഒരേപോലെയാണ്, എക്സ്പെക്റ്റഡും ആണ്. പിന്നെ ചിലതൊക്കെ ചിലരിൽ ചില ചലഞ്ചസ് ഉണ്ടാക്കും, ചിലരിൽ കുഴപ്പമൊന്നുമില്ലാതെ മാനേജ് ചെയ്ത് പോകുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു ഡെവലപ്മെന്റ് സൈക്കോളജിയിൽ കുറെ സ്റ്റഡീസ് നടത്തുന്ന ആൾക്കാരും സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഡെവലപ്മെന്റ് സൈക്കോളജിക്ക് ലിമിറ്റേഷൻസും ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ഹ്യൂമനും ഡെവലപ്മെന്റ് നമുക്ക് അനലൈസ് ചെയ്ത് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ ഒരാളിനെ പോലെ ആയിരിക്കണമെന്നില്ല മറ്റൊരാളില്, ചില കാര്യങ്ങളൊക്കെ ഒരുപോലെ വരുള്ളൂ. അപ്പൊ എല്ലാ ഒരു ഗ്രൂപ്പിനെ മുഴുവനും നമുക്ക് ഒരുപോലെ തന്നെ പറയാനായിട്ട് പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ പല ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇൻഫ്ലുവൻസസ് ഉണ്ടാകാറുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഡെവലപ്മെന്റ് സൈക്കോളജി പറയുമ്പോൾ നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സൈഡിൽ വരുമ്പോൾ അത് കണക്ട് ചെയ്യുന്നത് പിയാജറ്റിന്റെ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. നമുക്കറിയാം പിയാജറ്റ് കുട്ടികളെ 4 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വരുമ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് അതുമായിട്ട് കണക്ട് ചെയ്ത് ഡെവലപ്മെന്റ് സൈക്കോളജിയിൽ പറയുന്നത്. പിന്നെ എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ആയിരുന്നു. അതുപോലെ തന്നെ വിക്ടോസ്കിയുടെ സോഷ്യോ കൾച്ചറൽ ഡെവലപ്മെന്റ്. ഈ 2 പേരുടെ തിയറീസ് ആണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഗ്രോത്തില് ഡെവലപ്മെന്റൽ സൈക്കോളജി കണക്ട് ചെയ്ത്. അപ്പൊ ഇവരുടെ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്ക് ആളുകളുടെ ലൈഫ് സ്പാനിലെ ഡെവലപ്മെന്റ് സ്റ്റേജസ് ഒക്കെ മനസ്സിലാകും. നമുക്കറിയാം കുട്ടി കുഞ്ഞായിരിക്കുമ്പോഴുള്ള ഡെവലപ്മെന്റ് സ്റ്റേജസ്, പിന്നെ കുറച്ചുകൂടെ വലുതാകുമ്പോ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും. പിന്നെ അഡോളസൻസ് കൗമാരപ്രായത്തിലേക്ക് എത്തുമ്പോൾ ടീനേജ് ഇയേഴ്സ് അവിടെ നടക്കുന്ന കാര്യങ്ങള്, പിന്നെ അഡൾട്ട് ആകുമ്പോൾ മിഡിൽ അഡൾട്ട് ഡെവലപ്മെന്റ്, ഒരു മധ്യവയസ് ആ ഒരു രീതിയിൽ, പിന്നെ പ്രായമാകുമ്പോൾ ഓൾഡർ അഡൾട്ട് ഡെവലപ്മെന്റ് അത് നടക്കും. നമ്മളുടെ ഒരു ഒരു മൈൽ സ്റ്റോൺ, നമ്മളുടെയൊക്കെ ലൈഫിലെ ഒരു മൈൽ സ്റ്റോൺസ്, നാഴികക്കല്ലുകൾ എന്നൊക്കെ പറയുന്ന പോലെ ഓരോരോ ഏജില് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുവാണ് അല്ലെ ഹ്യൂമണില്. ഓക്കെ, ഇത്രയൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. പ്രീനേറ്റൽ ഡെവലപ്മെന്റ്, അതുപോലെ ഇൻഫന്റ് ഡെവലപ്മെന്റ്, ഇൻഫാൻസി നമ്മൾ ശൈശവം എന്ന് പറയില്ലേ, ചെറിയ കൈക്കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്ന സമയത്ത്. പിന്നെ ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ്, മിഡിൽ ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ്, അഡോളസൻസ് ഡെവലപ്മെന്റ്, പിന്നെ ഏർലി അഡൾട്ട് ഡെവലപ്മെന്റ്, മിഡിൽ അഡൾട്ട് ഡെവലപ്മെന്റ് ഒരു 40+ ഒക്കെ കഴിയുമ്പോൾ, ഓൾഡർ അഡൾട്ട് ഡെവലപ്മെന്റ് ഒരു 55-60 ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഡെത്ത് വരെയൊക്കെയുള്ള ഒരു സമയം. കുറച്ച് കാര്യങ്ങൾ നോക്കട്ടെ. നാല് മൈൽ സ്റ്റോൺസ് ആയിട്ടാണ്, 4 സ്റ്റേജസ് ആയിട്ടാണ് ഡെവലപ്മെന്റൽ സൈക്കോളജിനെ പറയുന്നത്. അതായത്
ഡെവലപ്മെന്റൽ സൈക്കോളജിക്ക് 8 സ്റ്റേജസ് ആണ് പറഞ്ഞത് കേട്ടോ. 8 സ്റ്റേജ്, പിന്നെ 4 മൈൽ സ്റ്റോൺസ്, 4 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ പറയുന്നത്. നേച്ചർ വേഴ്സ് നർച്ചർ. അതായത് നമ്മൾ പറഞ്ഞു ഒരു കുട്ടിയുടെ വളർച്ചയെ ബാധിക്കുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ജെനറ്റിക്സ്, ഒന്ന് ഹെറിഡിറ്ററി, പാരമ്പര്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ, പാരമ്പര്യമായി കിട്ടുന്നത്. മറ്റൊന്ന് കുട്ടി വളരുന്ന സാഹചര്യം, സറൗണ്ടിങ്സ്, എൻവിയോൺമെന്റ്. അതാണ് നേച്ചർ വേഴ്സസ് നർച്ചർ എന്ന് പറയുന്നത്. ഈ ഹെറിഡിറ്ററി ആയിട്ട് കുട്ടിക്ക് അച്ഛൻ സൈഡിൽ നിന്നും അമ്മ സൈഡിൽ നിന്നും ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടുന്നത്. നമുക്ക് ആകെ 46 ക്രോമസോംസ് ഉണ്ട്. അതിലെ 23 ഫ്രം മദർ സൈഡ്, 23 ഫ്രം ഫാദർ സൈഡ്. 2 സൈഡിൽ നിന്നുള്ള കുറെ കാര്യങ്ങൾ നമ്മളുടെ ഓരോരുത്തരിൽ ഉണ്ടാവും. അത് ചിലപ്പോ അച്ഛനിൽ നിന്ന് ഡയറക്റ്റ് ആയിരിക്കില്ല, അച്ഛൻ ഫാമിലിയിൽ ആരുടെയെങ്കിലും കാര്യങ്ങളായിരിക്കും. അമ്മയിൽ നിന്ന് ഡയറക്റ്റ് ആണെന്നില്ല, അമ്മ ഫാമിലിയിലെ ഏതെങ്കിലും ആൾക്കാരുടെയൊക്കെ. പിന്നെ വളരുന്ന സാഹചര്യം, എൻവിയോൺമെന്റ്. അപ്പൊ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഇന്നസെന്റ് ആയിരിക്കും. അവരിൽ പല മാറ്റങ്ങൾ വരുന്നത് ഇവരുടെ ജനറ്റിക് ആയിട്ടുള്ളത്, ഹെറിഡിറ്ററി ആയിട്ടുള്ളത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവരെ വളർത്തുന്ന രീതിയിൽ ആ എൻവിയോൺമെന്റ് നമുക്ക് നല്ലതാക്കാനായിട്ട് പറ്റും. എൻവിയോൺമെന്റ് മോശമാണെങ്കിൽ കുട്ടികള് ഭയങ്കര ഇതുണ്ടാവും. സീരീസ് ഉണ്ടായിരുന്നു 1000 ബേബീസ് എന്ന് പറഞ്ഞത്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അത്? കണ്ടിട്ടുണ്ട് മാം. 1000 ബേബീസ്, ഞാൻ അധികം സ്പോയിലർ ആവുന്നില്ല. 1000 ബേബീസിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പക്ഷെ വളരുന്നത് അവരുടെ ബയോളജിക്കൽ പാരന്റ്സിന്റെ അടുത്തല്ല, വേറെ പാരന്റ്സിന്റെ അടുത്താണ്. അപ്പോ അവർക്ക് ജനറ്റിക് ആയിട്ട് അവരുടെ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് കിട്ടിയ ആ സ്വഭാവം അവർ കാണിക്കുന്നുണ്ട്, വളരുന്ന സാഹചര്യം നന്നായിട്ടും കൂടിയിട്ട് അല്ലെ. അതേസമയം വളരുന്ന സാഹചര്യം മോശമായിട്ടും പാരന്റ്സിന്റെ നല്ല ജനിപ്പിച്ച പാരന്റ്സിന്റെ നല്ല ക്വാളിറ്റീസ് കിട്ടുന്നവര് മോശം സാഹചര്യത്തിൽ പോലും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അങ്ങനെ കുറെ കാഴ്ചകൾ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് നേച്ചർ വേഴ്സസ് നർച്ചർ എന്ന് പറയുന്നത്. അത് തന്നെയാണ്. അപ്പൊ നമ്മൾ സ്കൂളിൽ നല്ലൊരു എൻവിയോൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്താലും അതിന്റെ വീട്ടിലെ എൻവിയോൺമെന്റ് മോശമായി കഴിഞ്ഞാൽ കുട്ടികൾ വല്ലാതായി പോകും. പിന്നെ എയർലി വേഴ്സസ് ലേറ്റർ എക്സ്പീരിയൻസ്. കുഞ്ഞുങ്ങളുടെ ആദ്യ കാലഘട്ടം, എയർലി ചൈൽഡ്ഹുഡ്, പിന്നെ ലേറ്റർ ചൈൽഡ്ഹുഡ്. നമ്മൾ പറഞ്ഞു ഫൗണ്ടേഷൻ ചെറുപ്രായത്തിൽ വരുന്നു. അപ്പൊ ചെറുപ്രായത്തില് അവര് എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്ത പലതിന്റെയും ബാക്കിയായിട്ടായിരിക്കും അവരുടെ അടുത്ത ആ ഒരു കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഇവര് സെൻസ് ചെയ്യുന്നത് മുഴുവനും മെമ്മറിയിൽ ഉണ്ടാകും. അത് ആണ് അവര് പിന്നെ വളരുമ്പോഴും അവരുടെ പലപ്പോഴും കാണാനായിട്ടുള്ള ചാൻസസ് ഉണ്ടാകും. എത്രയൊക്കെയോ ക്രൈം മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതിനകത്ത് വളരുന്ന സാഹചര്യത്തില് ഫാദർ, സീരിയൽ കില്ലർ ആയിട്ടുള്ള ഫാദറിന്റെ മക്കള് ചിലപ്പോ അതേപോലെ തന്നെ അച്ഛൻ ചെയ്യുന്ന കണ്ടുകൊണ്ട് അതുപോലെ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചില മൂവീസിൽ കാണിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു എയർലി ആ ഒരു എക്സ്പീരിയൻസ് ഒരെണ്ണത്തിൽ കണ്ടതാണ്. മകൻ വളരെ സാധുവാണ്, അച്ഛൻ കാണിക്കുന്നതൊന്നും അവൻ ഒട്ടും താല്പര്യമില്ല, അവൻ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കില്ല. പക്ഷെ ഈ മകന്റെ ഒരു സുഹൃത്ത് സംഭവം ഇത് കണ്ട് ഭയങ്കരമായിട്ട് അത് കണ്ടപ്പോ അവന് എന്തോ ഒരു ട്രിഗറായി. അവൻ എന്നിട്ട് ആ മനുഷ്യനെ ഫോളോ ചെയ്ത് വലുതായപ്പോ ഇതേ സീരിയൽ കില്ലിങ് ചെയ്തിട്ട്. അപ്പൊ അതാണ് അയാളെ ആ ഒരു ചെറുപ്പത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തു ആ ആക്ടിവിറ്റി. സ്വന്തം മകനെ ഇൻഫ്ലുവൻസ് ചെയ്തില്ല. സ്വന്തം മകൻ നല്ല രീതിയിൽ വളർന്നു, പക്ഷെ മകന്റെ കൂട്ടുകാരനായി വന്ന കുട്ടി ഇത് കണ്ട് അതിൽ ഭയങ്കരമായിട്ട് ട്രിഗറായി. അവനെ അത് ഇൻഫ്ലുവൻസ് ചെയ്തു. അവൻ ട്രൈ ചെയ്യാൻ തുടങ്ങി, ചെറുപ്പം തുടങ്ങി. അങ്ങനെ അവന്റെ ഏർലി ചൈൽഡ്ഹുഡിൽ എക്സ്പീരിയൻസ് ചെയ്തത് ലേറ്റർ ചൈൽഡ്ഹുഡ് ആയപ്പോൾ അവനത് ചെയ്തു തുടങ്ങി. അതാണ് ഇപ്പൊ ഏർലി ചൈൽഡ്ഹുഡിൽ നടക്കുന്ന എല്ലാം മാറ്റേഴ്സ്. വാട്ട് എവർ ഹാപ്പൻസ് ഇറ്റ് മാറ്റേഴ്സ് ഇൻ ദി ലേറ്റർ ചൈൽഡ്ഹുഡ്. പിന്നെ കണ്ടിന്യൂറ്റി വേഴ്സസ് ഡിസ്കണ്ടിന്യൂറ്റി. നമുക്ക് ഡെവലപ്മെന്റൽ സൈക്കോളജി ആണല്ലേ. ഒരു പ്രായത്തിൽ കുറെ ഡെവലപ്മെന്റ് ഉണ്ടായി, കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്മെന്റ് ഉണ്ടായി. പക്ഷെ ഒരു പ്രായം കഴിയുമ്പോൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. എല്ലാ ഡെവലപ്മെന്റും വലുതാവുമ്പോൾ ഉണ്ടാകണമെന്നില്ല അല്ലെ, ചേഞ്ചസ് സംഭവിക്കും. പിന്നെ അബ്നോർമൽ ബിഹേവിയർ വേഴ്സസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അബ്നോർമൽ ഡെവലപ്മെന്റ് പലപ്പോഴും ചെറുപ്രായത്തിൽ എന്തെങ്കിലും അബ്നോർമൽ ഡെവലപ്മെന്റ് ഫിസിക്കലി ആകാം അല്ലെങ്കിൽ മെന്റലി ആകാം. അങ്ങനെ ഉണ്ടാകുന്നത് അവരുടെ
യുണീക്നെസ്സിലേക്ക് കണക്ട് ചെയ്യും, അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസിലേക്ക് കണക്ട് ചെയ്യും. ചിലർക്ക് എന്തെങ്കിലും ന്യൂറോ പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ന്യൂറോ പ്രോബ്ലം ഉണ്ടാവും, ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം, എന്തെങ്കിലും മെഡിസിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നതിന്റെയോ ചിലപ്പോൾ ലൈഫ് ലോങ് ആയിട്ട് മാറുന്നത്, കണ്ണ് ചെയ്യുന്നത്, പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ വായ ഇങ്ങനെ ഓടിപ്പോകുന്നത്, മൂവീസ് ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് ന്യൂറോ പ്രോബ്ലംസ്. അപ്പോൾ ആ ഒരു അബ്നോർമൽ ബിഹേവിയർ ചെറുപ്പത്തിലുള്ളത് ഇതായിട്ട് അത് അവരുടെ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആയിട്ട് മാറി അത് പ്രായമാകുമ്പോഴും അത് ചിലപ്പോൾ കാണും. അതെ, അങ്ങനെയൊക്കെ ചില മാനറിസങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ 8 സ്റ്റേജസ് ആണ്. സ്റ്റേജസ് 8 ആണ്. പ്രീനേറ്റൽ ഡെവലപ്മെന്റ്, ഇൻഫന്റ് ഡെവലപ്മെന്റ്, ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ്, മിഡിൽ ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ്, അഡോളസെന്റ് ഡെവലപ്മെന്റ്, ഏർലി അഡൾട്ട് ഡെവലപ്മെന്റ്, മിഡിൽ അഡൾട്ട് ഡെവലപ്മെന്റ്, ഓൾഡർ അഡൾട്ട് ഡെവലപ്മെന്റ്. പ്രീനേറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവിക്കുന്നതിന് മുമ്പ് അമ്മയുടെ വോമ്പിലായിരിക്കുമ്പോൾ, അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ അതിനുള്ളിൽ ഒരു 9 months ഒരു ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടല്ലോ, ദാറ്റ് ഈസ് പ്രീനേറ്റൽ ഡെവലപ്മെന്റ്. അത് കഴിഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ശിശു, കുഞ്ഞാണ്, ഇൻഫാൻസി, ഇൻഫന്റ് ഡെവലപ്മെന്റ്, സെക്കൻഡ് വൺ. പിന്നെ കുറച്ചുകൂടെ വലുതാകുന്നു, ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ്, പിന്നെ മിഡിൽ ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ്, പിന്നെ അഡോളസെന്റിലേക്ക് എത്തി, ടീനേജ് അഞ്ചാമത്തത് അഡോളസെന്റ് ഡെവലപ്മെന്റ്. പിന്നെ അഡൾട്ടായി മാറുവാണ് അല്ലെ. അഡൾട്ട് തന്നെ ഏർലി അഡൾട്ട് ഉണ്ട്, മിഡിൽ അഡൾട്ട് ഉണ്ട്, ഓൾഡ് ഏജ്, ഓൾഡർ അഡൾട്ട് ഉണ്ട്, ലാസ്റ്റ് 8ാമത്തെ സ്റ്റേജ് ക്വിവൈലെ. ഡെവലപ്മെന്റ് സൈക്കോളജി നമ്മൾ പറഞ്ഞത് അമ്മയുടെ വോമ്പിൽ നിന്ന് ടോംബ് വരെ, ശവകുടീരം എന്നുള്ള മീനിങ്ങുള്ള ടോംബില്ലേ, ടോംബ് വരെ അമ്മയുടെ വോമ്പിലായിരിക്കുന്ന സമയത്തുള്ളത് എന്താണ്? പ്രീനേറ്റൽ ഡെവലപ്മെന്റ്. ജനിച്ചു കഴിയുമ്പോൾ ഇൻഫാൻസി ഡെവലപ്മെന്റ്, ഇൻഫന്റ് ഡെവലപ്മെന്റ്. പിന്നെ കുട്ടിയായി, ശൈശവം, ബാല്യം അല്ലെ, കുട്ടിയായി, ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ്. പിന്നെ മിഡിൽ ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ്, പിന്നെ അഡോളസൻസ് ഡെവലപ്മെന്റ്, ടീനേജ് ആയി. പിന്നെ അഡൾട്ട് ആകുന്നു, ഏർലി അഡൾട്ട്, മിഡിൽ അഡൾട്ട്, ഓൾഡ് അഡൾട്ട് അല്ലെ, ഓൾഡർ അഡൾട്ട് ഡെവലപ്മെന്റ്. 8 സ്റ്റേജ് ഓർക്കാലോ. പിന്നെ 4 ബേസിക് ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ആണ് നമ്മൾ പറഞ്ഞത്. നേച്ചർ വേഴ്സസ് നർച്ചർ, ജനറ്റിക്കും ഉണ്ട്, വളരുന്ന ചുറ്റുപാട്. ഏർലി വേഴ്സസ് ലേറ്റർ എക്സ്പീരിയൻസ്, ചെറുപ്രായത്തിൽ സംഭവിച്ചത് വലുതാകുമ്പോഴും അതിന്റെ ആ എക്സ്പീരിയൻസ് ചെയ്ത് വെച്ചിട്ട് വലുതാകുമ്പോഴും മാറ്റങ്ങൾ ഉണ്ടാവും. കണ്ടിന്യൂറ്റി വേഴ്സസ് ഡിസ്കണ്ടിന്യൂറ്റി, കുറെ കാലഘട്ടം ആ ഡെവലപ്മെന്റിൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ് പോലെ നടന്നു, കുറച്ച് പ്രായം കഴിഞ്ഞപ്പോഴേക്കും അത് അങ്ങ് നിന്നു പോകുകയോ ചേഞ്ചസ് വരികയോ ചെയ്യുന്നു, ഡിസ്കണ്ടിന്യൂറ്റി സംഭവിക്കും. പിന്നെ അബ്നോർമൽ ബിഹേവിയർ, ചെറുപ്പത്തിൽ ഉണ്ടാകുന്നത് പിന്നീട് അതൊരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആയിട്ട് മാറുന്നു, അവർക്ക് മാത്രമുള്ള ഒരു യുണീക്നെസ് പോലെ ആയിട്ട് മാറും. ക്ലിയർ ആയല്ലോ ഡെവലപ്മെന്റ് സൈക്കോളജി? കുറെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുവാണെങ്കിൽ നന്നായിരിക്കും. കാരണം നമുക്ക് കുഞ്ഞുങ്ങളെ നല്ലപോലെ നോക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി ആണ്. അതുകൊണ്ട് ക്ലാസ്സിൽ കുറവ് ആൾക്കാരായതുകൊണ്ടായിരിക്കാം നമ്മൾ പെട്ടെന്ന് പോർഷൻ തീരുന്നു. കൂടുതലൊക്കെ വിശേഷങ്ങളൊന്നും ഷെയർ ചെയ്യാനില്ലല്ലോ. ലൈക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് വെർച്വലി ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാം ചെയ്തിരുന്നോ? ഇല്ല മാം, ഓണം സെലിബ്രേഷന്റെ കാര്യം ഇങ്ങനെ മൈൽറോസ് മാം പറഞ്ഞായിരുന്നു. ഏതാ ഡേറ്റ് എന്ന് വല്ല അറിയാമോ മാം? ഡേറ്റ് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഡേറ്റ് എടുക്കൂ. ആ ഒരു ക്ലാസ് ടൈമിലാണ് നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോം പറ്റുള്ളൂ. ആ ഒരു ക്ലാസ് ടൈമിൽ നടക്കും. അത് ഏത് ടീച്ചറിന്റെ ക്ലാസ് വരുന്നത് അതിനനുസരിച്ച് പ്ലാൻ ചെയ്തോളൂ. ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോ അവിടെ എല്ലാവർക്കും ഒരു ഡേറ്റ് അങ്ങനെയൊക്കെയാണോന്ന് ഓർത്താ ചോദിച്ചത്. അത് ഓരോ ബാച്ച് പ്ലാൻ ചെയ്യുവാണ് അവരുടെ എന്ന് വേണം എന്നുള്ളതൊക്കെ. പിന്നെ നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വന്ന് ചെയ്യുന്നത് ഇപ്പൊ 9th ബാച്ചിന്റെ ഈ സാറ്റർഡേ, അതായത് നാളെ ഉണ്ട്. അപ്പോൾ 10th ഓണം കഴിഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾക്കും ഒരു സെപ്റ്റംബർ അല്ല, ഒക്ടോബർ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കിലൊക്കെ പ്രതീക്ഷിക്കാം. നമ്മള് പാർട്ട് 3 ആകുമ്പോഴേക്കും പ്രാക്ടിക്കൽ സെഷൻ അതിനൊപ്പം പാരലൈ ചെയ്യുവാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും മോണ്ടിസോറി മെത്തേഡ്. ഓൺലൈനായിട്ട് എല്ലാ മെറ്റീരിയൽസും വെച്ച് ഡെമോ കാണിച്ചു തരും. അത് കൂടാതെ നേരിട്ട് നമുക്ക് ഓഫീസിൽ വന്നിട്ട് നേരിട്ട് ചെയ്യാം. ഓക്കെ മാം. ഒന്ന് ഓർത്ത് വെച്ചോ, ഒക്ടോബറിൽ ചാൻസ് ഉണ്ട്. ഈ ലാസ്റ്റത്തെ എക്സാം ശരിക്കും വരുന്നത് മാർച്ച് മാസത്തിലൊക്കെ ആയിരിക്കും മാം. നിങ്ങൾ ഏത് മന്ത് ആയിരുന്നു ക്ലാസ് തുടങ്ങിയത്? ഫെബ്രുവരി.
ഫെബ്രുവരി ലാസ്റ്റ്. ഡിസംബർ ഒക്കെ ആവുമ്പോഴേക്കും ഒരു 10 months കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ്. ഡിസംബർ ഒക്കെ ആവുമ്പോഴേക്കും, ഡിസംബർ ജനുവരി ഒക്കെ ആവുമ്പോഴേക്കും ഓൾമോസ്റ്റ് കഴിയും. ഈ ഒരു രീതിയിൽ പോവാണ്. ഇപ്പൊ അത് മോഡ്യൂൾ 1 പാർട്ട് 3 ആകുന്ന സമയത്ത് തന്നെ പാരലൽ ആയിട്ട് വേറൊരു ടൈമിൽ PGയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. PGയുടെ 2 സബ്ജക്ട് ഉണ്ടല്ലോ, അത് സ്റ്റാർട്ട് ചെയ്യും. ചോദിക്കാൻ കാര്യം ഫെബ്രുവരി മാർച്ച് മാസം ഒക്കെ ആകുമ്പോൾ ശരിക്കും കുട്ടികൾക്കും കൂടി എക്സാം ഉള്ള ടൈമാണല്ലോ. തീരും. നമ്മൾ 10 months നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ സ്കൂളില് 15 days ഒക്കെ പോകേണ്ടി വരില്ല, അത് ഏത് സമയത്തായിരിക്കും? അത് ഇപ്പം പാർട്ട് 2 ഞാൻ എഡ്യൂക്കേഷൻ സൈക്കോളജിക്ക് എനിക്ക് 2 ക്ലാസ്സും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ സൈക്കോളജി കഴിയും. അത് കഴിയുമ്പോൾ പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്യും. പാർട്ട് 3 സ്റ്റാർട്ട് ഇപ്പൊ ഏതെങ്കിലും ടീച്ചേഴ്സ് തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ? പാർട്ട് 3 ലെസൺസ് തുടങ്ങി. അപ്പൊ പാർട്ട് 3 3 ലെസൺസ് ആണ് ഞാൻ എടുക്കുന്നത്. 3 അല്ല 4 ലെസൺസ്. അതായത് യൂണിറ്റ് 3, യൂണിറ്റ് 4, യൂണിറ്റ് 7, യൂണിറ്റ് 10 ഈ 4 ലെസൺസ് ആണ് എടുക്കുന്നത്. ഈ 4 എടുക്കാനും മരിയ മോണ്ടിസോറിയുടെ ചാപ്റ്റർ തുടങ്ങണ അവിടെയല്ലേ? അതെ. അതിലെ മോണ്ടിസോറി മെത്തേഡും അതിന്റെ തിയറി, ആപ്ലിക്കേഷൻ, അത് പ്രാക്ടിക്കൽ സൈഡിൽ എങ്ങനെയാണ്, എല്ലാം ആ ഒരു ഇതിലാണ് വരുന്നത്. അപ്പൊ 4 യൂണിറ്റ്സ് ഞാൻ എടുക്കുന്നുണ്ട്. ആ 4 യൂണിറ്റ്സ് അത് എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ടീച്ചിങ് പ്രാക്ടീസിന് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ തന്നെ നമ്മൾ പ്രാക്ടിക്കൽ 4 ചാപ്റ്റർ ആകുമ്പോൾ ലെങ്തി ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുമല്ലേ? അതായത് ഇച്ചിരി കണ്ടന്റ് വളരെ കൂടുതലാണ് ആ ചാപ്റ്ററിൽ. അത് മാത്രല്ല, അത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പാടാ. അപ്പൊ അതുകൊണ്ട് അതുപോലെ ടൈം എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടേ പോവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ്, അല്ലാണ്ട് വെറുതെ നമുക്ക് വായിച്ചു നോക്കാൻ പറ്റുന്ന 4 ചാപ്റ്റർ അല്ല അത്. ബാക്കി അതിലെ മറ്റു ലെസൺസ് ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ തിയറി, മോണ്ടിസോറി മെത്തേഡ് എന്താന്നുള്ളതിന്റെ ഒരു കോർ ടോപ്പിക്കുകളാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാലാണ് നമുക്ക് പ്രാക്ടിക്കൽസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് രണ്ടും ചെയ്യുമ്പോഴാണ് നമുക്ക് കുട്ടികളെ കാണുമ്പോൾ എങ്ങനെ അവരെ ഡീൽ ചെയ്യണം, അവർക്ക് എന്ത് ആക്ടിവിറ്റി കൊടുക്കണം, ആ ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരെന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് പെൻഡിങ് ആയിട്ടുള്ള വർക്കുകളെല്ലാം കുറേശ്ശെ ചെയ്ത് ആക്കുക. പ്രാക്ടിക്കലൊക്കെ ആവുമ്പോഴേക്കും അതൊക്കെ ഒന്ന് തീരുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതിനനുസരിച്ച് ഒന്ന് പ്ലാൻ ചെയ്തു എന്നാൽ ഒക്ടോബറിൽ കാണുന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകും. അത് ഓക്കെ മാം. ബാക്കി വർക്കുകളൊക്കെ എല്ലാരും ചെയ്യുന്നുണ്ട്. റെക്കോർഡും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയൊക്കെ തന്നെ തീരാറായി തോന്നുന്നു. ഓക്കെ, സൈൻ ഔട്ട് ചെയ്യാലോ? ഉണ്ടോ? പറയാനുണ്ടോ? ഇല്ലെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല, അതേ പറയാനുണ്ടോ? ഇന്ന് സൈക്കോളജി നമ്മൾ പഠിച്ചത് കുറച്ച് ടഫാണെന്ന് തോന്നുന്നു. സൈക്കോളജി എങ്കിലും ഇതിനകത്ത് പറഞ്ഞത് സൈക്കോളജി എന്ന് പറഞ്ഞ വാക്ക് വന്നത് ഗ്രീക്ക് വേർഡാണ്. സൈക്കെ മീൻസ് സൗൾ എന്നും ലോഗോസ് മീൻസ് സയൻസ് എന്ന വാക്കിൽ നിന്നാണ് സൈക്കോളജി എന്ന വാക്കുണ്ടായത്. സൈക്കോളജി ലൈക്ക് സെവറൽ അതർ ബ്രാഞ്ചസ് ഓഫ് നോളജ്. പിന്നെ സൈക്കോളജി ഈസ് ഡിഫൈൻഡ് ആസ് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. പിന്നെ എല്ലാ ടീച്ചേഴ്സും എഡ്യൂക്കേഷണൽ സൈക്കോളജി അവരുടെ ഒരു ട്രെയിനിങ് കോഴ്സിന്റെ ഭാഗമാക്കണം. പിന്നെ ചൈൽഡ് സൈക്കോളജി ഈസ് കൺസേൺ വിത്ത് ഡെവലപ്മെന്റ് ഓഫ് ആൻഡ് ബിഹേവിയർ ഓഫ് ചിൽഡ്രന്റെ ഡെവലപ്മെന്റിനെയും ബിഹേവിയറേയും കുറിച്ച് പറയുന്നതാണ് ചൈൽഡ് സൈക്കോളജി. HR സ്കാഫോർ എന്ന് പറഞ്ഞ ആളാണ് ഡിഫൈൻ ചെയ്തതാണ് സയന്റിഫിക് സ്റ്റഡി ഓഫ് ചൈൽഡ്സ് ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളൊരു കാര്യം. പിന്നെ ടീച്ചേഴ്സിന്റെ സൈക്കോളജിയെ കുറിച്ചും ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി ആ ഒരു ഭാഗത്തെക്കുറിച്ചും പറഞ്ഞു. എവരി ഇൻഡിവിജ്വൽ ഈസ് യുണീക്ക് ഇൻ നേച്ചർ. പിന്നെ ചൈൽഡ് ആൻഡ് ഹിസ് ബിഹേവിയർ, കുട്ടികളും അവരുടെ പല പ്രായത്തിലുള്ള ബിഹേവിയർ എന്താണെന്നുള്ളത്. പിന്നെ ഡെവലപ്മെന്റൽ സൈക്കോളജിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നേച്ചർ വേഴ്സ് നർച്ചർ, early വേഴ്സ് ലേറ്റർ എക്സ്പീരിയൻസ്, കണ്ടിന്യൂറ്റി വേഴ്സ് ഡിസ്കണ്ടിന്യൂറ്റി, അബ്നോർമൽ ബിഹേവിയർ വേഴ്സ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അതാണ് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നിയത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് കുറച്ചൊക്കെ മനസ്സിലായ കാര്യങ്ങൾ. താങ്ക് യു മാം. നെക്സ്റ്റ് ക്ലാസ്സിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു 10 minutes ഇതൊന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്യണം, ഇതിനെ കുറിച്ചുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. ഒരു ബുക്ക് വേണമെങ്കിൽ സൈക്കോളജിക്കും എഡ്യൂക്കേഷൻ സൈക്കോളജിക്കും വെച്ചിട്ട് മാക്സിമം കിട്ടുന്ന പോയിന്റ്സ്, കാരണം കുറേ സൈക്കോ അനാലിസ്റ്റുകളുടെ ഒബ്സർവേഷൻസ് ഉണ്ടല്ലോ,
ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് നോട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല റെഫർ ചെയ്യാനായിട്ട്. നമ്മൾ സൈക്കോളജി അറിഞ്ഞാൽ മാത്രമാണ് കുഞ്ഞുങ്ങളെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ മാം. ഓക്കെ ഓക്കെ, ബൈ, ടേക്ക് കെയർ, താങ്ക് യു സോ മച്ച്. നമ്മുടെ മറ്റേ പ്രാക്ടിക്കലിന് വരാൻ നേരത്ത് അപ്പൊ ഞങ്ങള് ചെയ്തു വെച്ച റെക്കോർഡൊക്കെ മാം അവിടെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റില്ലേ? അത് പറയാം. അതും കൂടെ ഒന്ന് നിത്യ ഗ്രൂപ്പിൽ പറഞ്ഞോളൂ. പ്രാക്ടിക്കൽ ഒരു ഒക്ടോബറിലായിരിക്കുമ്പോൾ ആണെന്ന് വിചാരിച്ച് അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡ്സും അസൈൻമെന്റ്സും കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് സൈനും സീലും ചെയ്തു പോവാം. പിന്നെ അത് മാത്രമല്ല പറഞ്ഞനുസരിച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കിയില്ലേ, അതൊക്കെ ക്യാരി ചെയ്യേണ്ടത് അസൈൻമെന്റ്, സർവേ, റെക്കോർഡുകൾ ഇത് മാത്രം ക്യാരി ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ബാക്കി നമ്മൾ ചെയ്ത മെറ്റീരിയൽസ് ഒന്നും കൊണ്ടുവരണ്ട. നമുക്ക് അതൊന്നും എടുത്തുകൊണ്ട് വരാൻ പറ്റില്ലല്ലോ. നമുക്ക് വൈവയുണ്ട്. ആ വൈവ അന്നത്തെ ദിവസം വരുമ്പോ അറ്റൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. പക്ഷെ വൈവ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അസൈൻമെന്റ്സ്, റെക്കോർഡ്, സർവേ, അതുപോലെ തന്നെ ടീച്ചിങ് മെറ്റീരിയൽസ് ഉണ്ടാക്കിയിട്ടില്ലേ, എല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വൈവ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ മാർക്ക് കുറയും എന്തെങ്കിലും ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ. ബാക്കിയെല്ലാം എല്ലാവരുടെയും വീട്ടിലാണല്ലോ നമ്മൾ ബാക്കി ചെയ്ത കുറെ മോണ്ടിസോറി ഇത് കുറെ സാധനങ്ങൾ നമ്മുടെ അപർണ ഫ്രെയിംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു 8 എണ്ണം അങ്ങനെ. പിന്നെ അത് വൈവ അറ്റൻഡ് ചെയ്തതിന് ശേഷം അതിന്റെ ഒരു എല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് ഒരു പിക്ക് എനിക്ക് അയച്ചു തന്നാൽ മതി. അതേസമയം ഓൺലൈനായിട്ട് വൈവ ചെയ്യുന്നവർക്ക് കാണിച്ചു തരാൻ പറ്റുമല്ലോ വീഡിയോയിലൂടെ. നേരിട്ട് വരുന്ന അറ്റൻഡ് ചെയ്യുന്നവർക്ക്, അതായത് പ്രാക്ടിക്കൽ സെഷന് വരുമ്പോൾ വൈവ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഒരു ഷോർട്ട് വീഡിയോയോ ഒരു ഫോട്ടോയോ എടുത്തിട്ട് അയച്ചു തന്നാൽ മതി. പിന്നീട് ആണെങ്കിൽ അതിനനുസരിച്ച് പെൻഡിങ് വർക്ക്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാം. കാരണം വരാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഇപ്പൊ ബാക്കിയുള്ള റെക്കോർഡ്സും കൊണ്ടുവരുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലിരിക്കുന്ന ചാർട്ടും ബാക്കിയുള്ളതിന്റെ ഒക്കെ ഫോട്ടോയും ഇതൊക്കെ എടുത്തോണ്ട് വരികയാണെങ്കിൽ അതങ്ങ് സെക്ഷൻ അവിടെ കംപ്ലീറ്റ് ആവുമല്ലോ. അത് കംപ്ലീറ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിരുന്ന തിയറി പഠിക്കാലോ. യെസ് മാം. പ്ലാൻ ചെയ്യൂ. കാരണം നമ്മൾ പിന്നീട് വെക്കുമ്പോഴേ നമുക്കൊരു പേഴ്സണൽ എമർജൻസി, കാരണം നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും നമ്മുടെ വീട്ടിലുള്ളവര്, കുഞ്ഞുങ്ങളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും. പെട്ടെന്ന് ഒരു പേഴ്സണൽ എമർജൻസി വരുമ്പോഴേക്കും നമ്മളുടെ ആകെ താളം തെറ്റും. നമുക്ക് പിന്നെ ഇതിലേക്ക് ടൈം കൊടുക്കാനോ ശ്രദ്ധിക്കാനോ ടൈം കിട്ടില്ല. അതിനനുസരിച്ച് ഒന്ന് ചെയ്താൽ മതി. ഓക്കെ, ശരിയാ മാം. അതുകൊണ്ട് മാം സ്റ്റോറിയുടെ ഇതൊക്കെ പറയണതിന് മുമ്പേ പയ്യെ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. കാരണം ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പെൻഡിങ് ആവും. അതുകൊണ്ട് അങ്ങനെ ചെയ്തായിരുന്നു മാം പറയണതിന് മുമ്പ്. പിന്നെ സർവേ അതുപോലെ ചിലർക്കൊക്കെ നമ്മൾ ആ സർവേയുടെ ഇത് കൊടുക്കുമ്പോൾ നമുക്ക് അവരെ പേഴ്സണലായിട്ട് അറിയായിരിക്കും. അപ്പൊ അവരിങ്ങനെയായിരിക്കും കുട്ടികളുടെ അടുത്ത് ഇപ്പൊ ടൂറിന് കുട്ടികളെ കൊണ്ടുപോകണമെന്നൊക്കെ ഒരുമിച്ച് പോകുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും നമ്മൾക്ക് ഇങ്ങനെ ഇത് കൊടുക്കാൻ നേരത്ത് എല്ലാം ശരി ടിക്കങ്ങ് ഇട്ടേക്കാം ഗുഡ് എന്നുള്ള രീതിയിൽ ഇടുവാന്ന് വിചാരിച്ചോ. പക്ഷെ നമുക്ക് പേഴ്സണലായിട്ട് അറിയുകയാണെങ്കിൽ അവര് ചെയ്യണത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ അതിനെ ജനറലി അങ്ങ് വിട്ടാൽ മതി. നമ്മൾക്ക് കിട്ടിയ നല്ല ശരിയായ കണ്ടന്റ്സ് വെച്ചിട്ട് ഒന്ന് അനലൈസ് ചെയ്താൽ മതി. ഇപ്പൊ 3 കുട്ടികളുടെ വീട്ടിലൊക്കെ ചിലപ്പോ ചെറിയ കുട്ടീനെ കൊണ്ട് മാത്രം അവരുടെയൊക്കെ വീടുകളിൽ പോകണൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവര് ടിക്ക് ഇടുവാണെങ്കിൽ ഫുള്ള് ടിക്ക് ഇടും. പക്ഷെ നമുക്ക് പേഴ്സണലായിട്ട് അറിയാം. അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ, അതിപ്പോ നമ്മൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ് വെച്ച് അനലൈസ് ചെയ്തിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ മതി. നമ്മള് പിന്നെ റിപ്പോർട്ട് ആരെയും കാണിക്കുന്നില്ലല്ലോ, അവരും കാണുന്നില്ല, വേറെ ആരും കാണുന്നില്ല. നമ്മൾ കയ്യിൽ കീപ്പ് ചെയ്യുന്നല്ലോ, നമ്മൾ ആരുടെയും പേരും പറയുന്നില്ല. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, ബൈ. താങ്ക് യു മാം.